നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തുള്ള വിവിധ ഹോസ്പിറ്റലിൽ കാണിച്ച് അതേപോലെ അവർ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് എനിക്ക് വിറയലും പനിയും മാറാത്തതുകൊണ്ട് ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് അപ്പോൾ അതിൽ ഇൻഫെക്ഷനുണ്ട്. ഇൻഫെക്ഷനായ കാര്യം നമ്മൾ മെഡിക്കൽ ഡോക്ടറിനെ വിളിച്ച് അറിയിച്ചായിരുന്നു. അപ്പോൾ അറിയിച്ചിട്ട് അവർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, അവിടുന്ന് അവർ തരുന്ന ആൻറ്റിബയോട്ടിക് എടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് അവർ ഫോൺ വെച്ചു. അപ്പോൾ നമ്മൾ അവിടുന്ന് അവർ തന്ന ആൻറ്റിബയോട്ടിക് എടുത്തു. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഈ ആൻറ്റിബയോട്ടിക് എടുത്ത സമയത്ത് തന്നെ നമുക്ക് കൾച്ചറിന് അയച്ചായിരുന്നു. യൂറിൻ കൾച്ചറിന് അയച്ചപ്പോഴത്തേക്ക് അതിൽ ഇൻഫെക്ഷൻ കൂടുതലാണ്, എല്ലാം പോസിറ്റീവാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ പോസിറ്റീവാണെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ മെഡിക്കലിലേക്ക് വിട്ടു. മെഡിക്കലിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അഡ്മിറ്റ് ചെയ്തിട്ട് അവരാദ്യം ഞാൻ വേദനയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഈ മുറിവ് നോക്കി, അവർ ഓപ്പറേഷൻ ചെയ്ത ഭാഗം നോക്കിയപ്പോഴത്തേക്ക് അവർ വെച്ച കുടൽ അവിടെ ഇല്ല, അത് ഉള്ളിലോട്ട് പോയെന്ന് പറഞ്ഞു. ഉള്ളിലോട്ട് പോയി, ഇനി അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ആ ഭാഗത്ത് സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർക്കിനി തിരിച്ച് വെക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ആ ഭാഗത്ത് കുടൽ അവർ കുറേ കട്ട് ചെയ്തിട്ടാണ് വെച്ചത്. അപ്പോൾ കുടലിൻ്റെ നീളം അവിടെ കുറഞ്ഞു, അതുകൊണ്ട് കുടലെടുത്ത് വെക്കാൻ പറ്റില്ല, വേദന സഹിക്കണം, ഒരു 3-4 മാസത്തേക്ക് വേദന സഹിച്ചേ പറ്റി. മലം വരുന്ന സമയത്ത് ആ വയറിൻ്റെ സൈഡൊന്ന് പ്രസ് ചെയ്യുക, വിയർത്ത് നീരടിക്കുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മലങ്ങൾ ഫുള്ള് പൊയ്ക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. വേദന മാറാൻ ഇതാക്കാമെന്ന് പറഞ്ഞ് അതിനെ അഡ്മിറ്റ് ചെയ്ത് 18 ദിവസം അഡ്മിറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു അനോമലി സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അതിൽ കളക്ഷനോ കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് എന്നെ 18 ഞാൻ ഡിസ്ചാർജ് ആക്കി. വീട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കരമായ വേദന സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ എങ്ങനെ അത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് അവസ്ഥ മോശമായിരുന്നു. കാരണം എനിക്ക് എന്താ പറയുക, ആഹാരം കഴിക്കാൻ പറ്റുന്നു, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. എനിക്കൊന്ന് സ്വന്തമായിട്ടും ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ, കിടന്ന കിടപ്പിൽ മലവും മൂത്രവും ആ ഒരവസ്ഥയിൽ. മലം എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം ഒഴിയെടുക്കുന്നു, പക്ഷേ മൂത്രം ഒഴിക്കാൻ പോലും എനിക്ക് ഇറങ്ങാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത്. അപ്പോൾ ഈ വേദന വീണ്ടും അവിടുത്തെ സ്കിന്നിൻ്റെ കളർ മാറി വരുന്നു, അവിടെ ഒരു ചെറിയ കളർ മാറ്റം വരുന്നു, ചേഞ്ച്, അവിടെ ഒരു പഴുപ്പ് കയറിയതുപോലെ എനിക്ക് തോന്നി. പഴുക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ചെറിയ കുരു വന്നിട്ട് പഴുക്കില്ലേ, അതേപോലത്തെ കളറിൻ്റെ വ്യത്യാസം വന്നു തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ നേരെ പ്രൈവറ്റിൽ പോയി, ഇവിടെ കടയ്ക്ക് കിംസാറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഡോക്ടർ സൂരജ് ശങ്കർ ഡോക്ടറായിരുന്നു. അപ്പോൾ ഈ സൂരജ് ഡോക്ടറിൻ്റെ അടുത്ത് കാര്യമെല്ലാം പറഞ്ഞപ്പോൾ അടുത്തേക്ക് ഡോക്ടർ CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ എടുത്തപ്പോഴത്തേക്ക് അതിൽ കളക്ഷനുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അന്ന് അഡ്മിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഡോക്ടറിനെ അഡ്മിറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് ഒരു CT സ്കാൻ ഉണ്ടെന്ന്, CT സ്കാൻ കൂടെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അഡ്മിറ്റ് ആക്കുന്നത്. മരുന്ന് വെച്ചുള്ള CT സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അന്ന് വൈകിട്ട് എന്നെ അഡ്മിറ്റ് ആക്കിയതിൻ്റെ വൈകിട്ടായപ്പോഴത്തേക്ക് എൻ്റെ വയറ് പൊട്ടി, സൈഡ് പൊട്ടി, പഴുപ്പൊലിക്കാൻ തുടങ്ങി. പഴുപ്പൊലിച്ച് പിറ്റേന്ന് CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ അനുഭവിച്ച അവസ്ഥ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രത്തോളം ഞാൻ അനുഭവിച്ചു. അപ്പോൾ ആ CT സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് നല്ല രീതിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, ഫുള്ള് പഴുപ്പ് കയറി, വയറിൻ്റെ ഒരു സൈഡ് പഴുപ്പായിട്ടുണ്ട്, ഇൻഫെക്ഷൻ കൂടുതലാണ്, ഒരുപാട് കളക്ഷനുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവർ സർജറി വേണം, ഇനി സർജറി ചെയ്യാതിരുന്നാൽ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് ഡോക്ടർ എല്ലാം ഇതാക്കിയിട്ട് പറഞ്ഞു. ഇടത് സൈഡിലത്തത് ക്ലോസ് ചെയ്തുകൊണ്ട് വലത് സൈഡിലോട്ട് ആക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഒരു ജനുവരി 9-ാം തീയതി സർജറി നടക്കുന്നു. ജനുവരി 9-ന് എനിക്ക് സർജറി ഒരു ഉച്ചയ്ക്ക് 3:30 എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. രാത്രി 10 മണി കഴിഞ്ഞ് 10:30 ആയപ്പോഴത്തേക്കാണ് എൻ്റെ സർജറി കഴിഞ്ഞത്. അത്രയും റിസ്ക് പിടിച്ച സർജറി ആയിരുന്നു. അവിടെ കിംസാറ്റിലെ ഡോക്ടർമാർക്ക് പോലും ഉറപ്പില്ലായിരുന്നു എനിക്ക് തിരിച്ച് വരും എന്നുള്ള ഇതിൽ ഉറപ്പില്ലായിരുന്നു. പിന്നെ അവർ മെഡിക്കലിൽ ചെയ്ത ഭാഗം കൊണ്ട് അവർ ക്ലോസ് ചെയ്ത് അവിടെ മൊത്തത്തിൽ, അതായത് നമ്മുടെ വയറിൻ്റെ പൊക്കിളിൻ്റെ അവിടെ നിന്ന് ഇടത് സൈഡ് ഈ നമ്മുടെ ഇടുപ്പലിൻ്റെ ആ ഭാഗം വരെ നമ്മൾ കീറി, അവിടത്തേക്ക് ഫുള്ള് ഇൻഫെക്ഷനായ ചതയെല്ലായിടത്തും ചത കുറേ കളഞ്ഞു. അപ്പോൾ അവർ കട്ട് ചെയ്ത കുടലെല്ലാം ഒന്നും കൂടെ ജോയിൻ്റ് ചെയ്ത് അവിടെ ക്ലോസ് ചെയ്ത് അവിടെ റെഡിയാക്കി, അവിടെ പഴുപ്പുള്ള ട്യൂബൊക്കെ ഇട്ട് അതിനുശേഷം ഇപ്പുറത്ത് വലത് സൈഡിലായിട്ട് കൊളോസ്റ്റമി സർജറി ഒന്നും കൂടെ ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഈ സർജറി കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷനായ ഭാഗം കൾച്ചറിനയച്ചപ്പോഴത്തേക്ക് അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുള്ള റിസൾട്ട് വന്നു. ഇൻഫെക്ഷൻ നല്ല രീതിക്ക് ഇൻഫെക്ഷനായിപ്പോയി. ഡെയിലി 6000 രൂപയുടെ ഇഞ്ചക്ഷൻ 2 നേരമായിട്ട് എടുക്കണം.
ഡെയിലി രാവിലെ 3000 വൈകിട്ട് 3000 അങ്ങനെ 6000 രൂപയുടെ ഇഞ്ചക്ഷൻ 2000 എടുത്ത് ഒരു 3 ദിവസത്തേക്ക് ഇഞ്ചക്ഷൻ എടുത്ത്. അപ്പോൾ അതിലൊക്കെയാണ് അൽഹംദുലില്ലാ നോക്കിയായത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക ഇന്ന് ഞാൻ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ഗവൺമെൻറ് ആശുപത്രി മെഡിക്കൽ കോളേജിലായാലും ഏതൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാലും ചികിത്സ നല്ല രീതിക്ക് കിട്ടിയിരുന്നില്ല. കാരണം അറിഞ്ഞാൽ എനിക്ക് ചികിത്സ കിട്ടിയിട്ടില്ല. അവർ സർജറികൾ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രശ്നത്തിനുള്ള ചികിത്സകൾ അവർ ചെയ്തില്ല. ആദ്യം ചെയ്ത സർജറി ശരിയായില്ല, രണ്ടാമത് പ്ലാസ്റ്റിക് സർജറി ചെയ്തു, അത് ശരിയായില്ല, മൂന്നാമത് ചെയ്തു, അത് ശരിയായില്ല. 3 സർജറിയാണ് എനിക്ക് ഫെയിലായിട്ടുള്ളത്. 3 സർജറി എനിക്ക് ശരിയായിട്ടില്ല. അപ്പോൾ ഈ 5 സർജറി എനിക്ക് ചെയ്യാൻ കാരണം തന്നെ ഈ പ്രസവ സമയത്ത് അവരിട്ട മുറിവാണ്. ആ സമയത്ത് തന്നെ അവരത് പറഞ്ഞിരുന്നെങ്കിൽ, ആ കാര്യം അവർ മറച്ച് വെക്കാതെ നമ്മളടുത്ത് പറഞ്ഞ് ഇതിനുള്ള തുറന്നുള്ള ചികിത്സ എനിക്ക് ആ സമയത്ത് തന്നിരുന്നെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഇത്രത്തോളം സർജറി ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇനിയും 2 സർജറി ബാലൻസ് ഉണ്ട്. ഇപ്പോഴും വയറ് വഴിയാണ് മലം പോണത്. ആ ഒരു ബുദ്ധിമുട്ടാണ്. എൻ്റെ മോനെ എനിക്ക് ഇതുവരെ എടുക്കാൻ പറ്റില്ല. മോനെ ആദ്യത്തെ സർജറി കഴിഞ്ഞ് എനിക്ക് കുറച്ച് ദിവസം വേദനയൊന്നും ഇല്ലായിരുന്നു. ഈ സർജറി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ ശേഷം ഞാൻ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നു ആദ്യത്തെ സർജറിയുടെ. ആ സമയത്ത് എൻ്റെ മോനൊന്നും എനിക്ക് മടിയിൽ വെക്കാൻ പറ്റും, അല്ലാതെ അവനൊന്ന് എടുത്തുകൊണ്ട് നടക്കാനോ അവനെ മുലയൂട്ടാനോ എനിക്ക് പറ്റിയിട്ടില്ല. ആകെ 20 ദിവസമാണ് എനിക്ക് അവന് മുലയൂട്ടാൻ പറ്റിയത്. അത് കഴിഞ്ഞ് എനിക്ക് മുലയൂട്ടാൻ പറ്റിയിട്ടില്ല. മോനിതായിപ്പം 9ാമത്തെ മാസമാണ്. എനിക്ക് ഇന്ന് വരെ ആ സമയത്തൊരു 5-6 ദിവസം എൻ്റെ മടിയിൽ അവൻ എനിക്ക് ഇരുത്താൻ പറ്റി. അതല്ലാതെ അവനെ ഇതുവരെ എനിക്കൊന്നും കൈ കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് എൻ്റെ കൊച്ചിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. മുലയൂട്ടാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. അത്രയും ആഗ്രഹിച്ച് കിട്ടിയിരുന്നൊരു മോനെ, കല്യാണം കഴിഞ്ഞ് 4 വർഷം കൂടി ഇരുന്ന് കിട്ടിയ മോനാണ്. ഒരുപാട് ആഗ്രഹിച്ചതാണ് മോനെ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് നേരത്തെ കാര്യമെല്ലാം നടത്തി കിട്ടിയ മോനാണ്. അപ്പോൾ അവനൊന്ന് ലാളിക്കാനോ അവനൊന്ന് കൊച്ചിക്കാനോ എൻ്റെ മടിയിലത്തെ എനിക്ക് മുലയൂട്ടാനോ ഒന്നിനും എനിക്ക് പറ്റിയിട്ടില്ല. ഇതിനെല്ലാം പ്രിൻസിൻ്റെ ഡോക്ടറല്ലായിരുന്നു എല്ലാം കാരണം. ഇപ്പം നമ്മൾ പരാതിയെല്ലാം കൊടുത്തതിന് ശേഷം വേറെ അതിൻ്റെ നടപടിയൊന്നും ആയിട്ട് നമ്മൾ പരാതി എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ന്യൂസും കാര്യമെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നമുക്കൊരു നടപടി എടുത്തില്ല. നമ്മൾ കൊടുത്ത പരാതിക്ക് ഒരു നടപടി ഇല്ലാത്തതിൻ്റെ പേർക്ക് അവർ വീണ്ടും സർവീസ് തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം വേറൊരു കുട്ടി സിസേറിയൻ ചെയ്ത ഇടയ്ക്ക് കുട്ടി മരിക്കാനുള്ള ഇടയുണ്ടായി. അപ്പം ഒരു കാര്യം നമ്മളൊരു പരാതി നമ്മൾ കൊടുത്താൽ അതിനുള്ള നടപടി ആദ്യമേ എടുക്കുക. ഒന്നുകിൽ ഡോക്ടറിനെ ഒന്ന് മാറ്റി നിർത്തി അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം ഡോക്ടറിനെ തിരിച്ചെടുക്കുക. ഡോക്ടറിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കുക. അപ്പോൾ അവരെ വീണ്ടും സർവീസ് ചെയ്ത് അവരുടെ ഭാഗത്ത് ഒരു തെറ്റല്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പേർക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചികിത്സയിലിരിക്കുന്നവരുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള തെറ്റിൽ. അപ്പോൾ ഇനിയുമെങ്കിലും ആരും നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോകാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ അത്രത്തോളം അനുഭവിച്ചു. ഇപ്പോഴും ആ ബുദ്ധിമുട്ട് എനിക്ക് മാറിയിട്ടില്ല. മലം വയറ് വഴിയാണ് പോകുന്നത്. ആ ഒരവസ്ഥ ആർക്കും പറയുമ്പോഴേ നമുക്ക് ഇതാകുള്ളൂ. ഇത്രയും വലിയ ബുദ്ധിമുട്ടാണ് വയറ് വഴി മലം പോകുന്നതെന്ന് പറയുന്നപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ്. അതെല്ലാം പറയുമ്പോൾ മോനൊന്നും എടുക്കാനോ ഒന്നിനും പറ്റാൻ പറ്റാത്ത മെഡിക്കൽ കോളേജിലും നെടുമങ്ങാടത്തേക്കാളും മോശം അവസ്ഥയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മൾ മെഡിക്കൽ കോളേജിൽ മാത്രം മൊത്തം 70 ദിവസത്തോളം ഞാൻ അഡ്മിറ്റായിരുന്നു. ഈ 70 ദിവസത്തിൽ എനിക്ക് മെഡിക്കൽ കോളേജിൽ മാത്രം 6 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ചിലവായി. ഈ 3 സർജറിക്ക് വേണ്ടി എനിക്ക് 6 ലക്ഷം രൂപയ്ക്ക് പുറത്ത് എനിക്ക് മെഡിക്കൽ കോളേജിൽ ചിലവായിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഈ കുടലുള്ളിലോട്ട് പോയ കാരണം ചോദിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് വണ്ണമില്ല, വണ്ണം കുറഞ്ഞത് കൊണ്ടാണ് കുടലുള്ളിലോട്ട് പോയത്, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ വേദന സഹിക്കണം. ഇതൊക്കെയാണ് അവിടത്തേക്ക് മറുപടികൾ. അവരൊരുപാട് പേഷ്യൻറ്റിനെ കണ്ടതായിരിക്കും, അവർക്ക് ഇതിന് ഒരുപാട് എക്സ്പീരിയൻസ് കാണും. പക്ഷേ അനുഭവിക്കുന്നവർക്ക് അങ്ങനെയല്ലല്ലോ. നമ്മളെക്കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നതിനപ്പുറം നമ്മൾ അനുഭവിച്ചതാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കാൻ കാരണം തന്നെ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ പോയത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്, ഇങ്ങനെ ഇരുന്ന് കാര്യം പറയാനും എടുക്കാനെല്ലാം പറ്റുന്നത്. പിന്നെ നമ്മുടെ നെടുമങ്ങാടത്തെ ബിന്ദു സുന്ദർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ
നമ്മൾ വേദന എടുത്ത് കരയുമ്പോഴത്തേക്ക് പറഞ്ഞ അഹങ്കാരിയാണ്, നമ്മളൊന്നും സഹകരിച്ച് കൊടുക്കുന്നില്ല, അവർക്ക് മരുന്ന് വയ്ക്കാനോ ഒന്നും ഡ്രസ്സ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. നമ്മുടെ ചൂണ്ടുകളോട് നമ്മുടെ കൈപ്പത്തിയുടെ നീളത്തിലുള്ള ഒരു തുണി നമുക്കുള്ള കോട്ടൺ ഉണ്ടല്ലോ, ആ കോട്ടൻ്റെ അകത്ത് മരുന്ന് നിറച്ചാണ് എൻ്റെ ആ മുറിവിൽ വെച്ചുകൊണ്ടിരുന്നത്. അത്രയും ആഴത്തിലുള്ള മുറിവാണ്. അപ്പോഴത്തേക്കാണ് അവർ പറയുന്നത് ഞാൻ സഹകരിക്കുന്നില്ല. ഇങ്ങനെ പച്ച മുറിവിൻ്റെ അകത്ത് ഒരു ചെറിയൊരു നമ്മുടെ ചെറിയതായിട്ടൊരു കൈ മുറിഞ്ഞാൽ തന്നെ ഉള്ള വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത്രയും ആഴത്തിലുള്ള മുറിവിൻ്റെ അകത്ത് ഇങ്ങനെ പച്ചയ്ക്ക് എണ്ണയും മരുന്ന് വയ്ക്കുമ്പോഴത്തേക്കുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അത്രത്തോളം ഞാൻ അനുഭവിച്ചു. ഇനിയും 2 സർജറി എനിക്ക് ബാലൻസ് ഉണ്ട്. ഇതുവരെ നമ്മുടെ കേസിനുള്ള നടപടിയൊന്നും ആയിട്ടില്ല. നമ്മളിങ്ങനെ കേസ് കൊടുത്തേക്കാണ്, ഇതുവരെ നടപടിയോ കാര്യമൊന്നും ആയിട്ടില്ല. എനിക്കിത് നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്.